റഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. റഹീസ്, CPIM ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിനെ പരിപൂർണമായും തള്ളിക്കളയുകയും മാത്രമല്ല VS അച്യുതാനന്ദൻ ചെയ്തത്, അവിടെ പാർട്ടി നടപടി സ്വാഭാവികമായ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും എതിർക്കുന്ന CPIMന്റെ MLA-മാരടക്കമുള്ളവർ ഭൂമാഫിയയുടെ ആളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എത്രത്തോളം പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്? നിഷാദ്, VSന്റെ വാർത്താ സമ്മേളനത്തിൽ ഓരോ വാക്കുകളും കൃത്യമായിരുന്നു. VS വാർത്താ സമ്മേളനത്തിനിടെ എഴുതി തയ്യാറാക്കിയ കുറിപ്പിൽ കൃത്യമായി പറഞ്ഞത്, ചില ആളുകൾ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വന്നാൽ അവരുടെ കൈവെട്ടും കാൽവെട്ടും എന്ന് പറയുന്നവരുണ്ട്, അവരെ കൃത്യമായി നിലക്ക് നിർത്താൻ സർക്കാർ ഇടപെടണം എന്ന തരത്തിലുള്ള ഒരു കൃത്യമായി കാര്യങ്ങൾ പറയാത്ത എങ്കിലെല്ലാം പറഞ്ഞു വെച്ച ഒരു വരിയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ എഴുതി തയ്യാറാക്കിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴാണ് കയ്യേറ്റക്കാരുടെ കൈവെട്ടും കാൽവെട്ടും എന്ന് പറയുന്ന ഒരാൾ ഇന്ന് മന്ത്രിസഭയിലുണ്ട്, മറ്റൊരാൾ CPMന്റെ MLA ആയി നിലവിലുള്ള ആളാണ്, ഇവർ രണ്ടും തന്നെയാണോ ഭൂമാഫിയക്കാരുടെ ആളുകൾ എന്ന് VS ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി ചോദിച്ചപ്പോൾ VS പറഞ്ഞ മറുപടി, അതിൽ നിങ്ങൾക്ക് എന്താണ് സംശയം എന്ന മറുപടിയായിരുന്നു. അതായത് MM മണിയും S രാജേന്ദ്രനും ഭൂമാഫിയകളുടെ ആളുകളാണ് എന്ന് തന്നെയായിരുന്നു VS കൃത്യമായി പറഞ്ഞത്. മറ്റൊരു സർക്കാരിനോടുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശം, ഭരണത്തിന് വേഗത പോരാ എന്നൊരു വിമർശവും VS അച്യുതാനന്ദൻ ഉന്നയിച്ചിരിക്കുന്നു. പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2006 മുതൽ 2011 വരെ ഇടത് സർക്കാർ, VS മുഖ്യമന്ത്രിയായിരുന്ന സർക്കാർ മൂന്നാറിൽ ചെയ്ത നടപടികൾ എന്ത് എന്നൊക്കെ ആയിരുന്നു ആദ്യമായി എടുത്തു പറഞ്ഞത്. ഓരോ കാര്യങ്ങളും, 92 റിസോർട്ടുകൾ പൊളിച്ചു, ഇത്ര ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ സമയത്ത് അന്ന് KPCC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് റഹീസ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, CPIM ഇടുക്കി ജില്ലാ നേതൃത്വം ഇവിടുത്തെ കയ്യേറ്റ വിരുദ്ധ നടപടികൾക്കെതിരാണ് എന്നതാണ്. അവിടെ ദേവികുളം സബ് കളക്ടർ ശ്രീറാമിനെതിരായ കർശന നിലപാടിലാണ് CPIMന്റെ ജില്ലാ നേതൃത്വം ഉള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ VS അച്യുതാനന്ദൻ സ്ഥിരീകരിച്ചു പറയുന്നു, ഹൃദയഭേദകമായ കയ്യേറ്റം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിയമസഭാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി കിട്ടിയല്ലോ, കർശനമായ നടപടി വേണമെന്ന്, ഉദ്യോഗസ്ഥന് പരിപൂർണമായ സംരക്ഷണം സർക്കാർ കൊടുക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. ജില്ലാ കമ്മിറ്റിയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ VS ചെയ്തത്? സർക്കാർ കൈക്കൊണ്ടു. എന്നാൽ ഭൂമാഫിയയുടെ ആളുകളും കയ്യേറ്റം നടത്തിയവരെല്ലാം അന്ന് പരസ്യമായി നിഷാദ്, അങ്ങനെ തന്നെയാണ്. കൃത്യമായി തന്നെ ജില്ലാ കമ്മിറ്റിയെയും MM മണിയെയും S രാജേന്ദ്രനെയും പൂർണ്ണമായി തന്നെ തള്ളിക്കളയുന്ന ഒരു നിലപാടെടുത്തിരിക്കുന്നു. മൂന്നാറിൽ കയ്യേറ്റത്തിനെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പലതരത്തിലുള്ള ഭീഷണികൾ കൊണ്ട് ചെറുക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കരുത്. മൂന്നാറിൽ സബ് കളക്ടർ അടക്കമുള്ളവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കും സംസ്ഥാനത്തിലും താല്പര്യമുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവർക്ക് പൂർണ്ണ തോതിലുള്ള സംരക്ഷണം നൽകാൻ സർക്കാർ ഉത്തരവാദിയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു VS പറഞ്ഞത്. അതായത് അവിടെ കയ്യേറ്റം നടക്കുന്നവർക്കെതിരെ, സബ് കളക്ടർക്കെതിരെയൊക്കെ മൂന്നാറിൽ CPMന്റെ പ്രാദേശിക നേതൃത്വം നടത്തുന്ന സമരങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് VS ചെയ്തത്. മറ്റൊന്ന്, S രാജേന്ദ്രനും MM മണിയും ഇത്തരത്തിൽ ഭൂമാഫിയകളുടെ ആളുകളാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ട, പാർട്ടിതല നടപടി വേണ്ടേ എന്ന ചോദ്യത്തിന് VS പറഞ്ഞ മറുപടി, നിങ്ങളുടെ ചോദ്യം സ്വാഭാവികമാണ്, വളരെ ന്യായമായ ചോദ്യമാണ് എന്നൊരു മറുപടിയാണ് VS പറഞ്ഞത്. അവർക്കെതിരെ പാർട്ടിതല നടപടികൾ വേണം എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. നിഷ, റഹീസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി പറയാനും തന്റെ സർക്കാർ എടുത്ത നടപടികളെ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അട്ടിമറിച്ചു എന്ന് പറയാനുമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത് എന്ന് തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇപ്പോൾ അവിടുത്തെ കയ്യേറ്റങ്ങൾക്ക് എതിരെ നടക്കുന്ന നടപടി, അതിനെ തടയാനുള്ള CPIMന്റെ വ്യഗ്രത, അതിനെ വിമർശിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ വാർത്താ സമ്മേളനത്തിൽ എന്ന് തോന്നും വിധമായിരുന്നു അദ്ദേഹം അവസാനം പറഞ്ഞ മറുപടികൾ. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? 100% അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സാധാരണ VS അച്യുതാനന്ദൻ വളരെ കുറച്ചാണ്, ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായതിനു ശേഷം വളരെ കുറച്ച് മാത്രമേ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ കാണുന്നുള്ളായിരുന്നു. ഇന്ന് രാവിലെ അങ്ങനെ അസാധാരണമായ രീതിയിൽ തന്നെയാണ് ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹം തുടക്കം മുതൽ നിഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മൂന്നാറിലെ പ്രവർത്തനങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറയുക എന്ന് കൃത്യമായി പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആദ്യം മുതൽ 2005 മുതൽ 2017 വരെ മൂന്നാറിൽ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്.
ചെയ്തത്. 2005-ൽ VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിരവധി നടപടികൾ ആവശ്യപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകി. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള മുഖ്യമന്ത്രിയും UDF സർക്കാരും കയ്യേറ്റക്കാർക്കെതിരായ ഒരു നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് താൻ മുഖ്യമന്ത്രിയായ ഒരു LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ കൃത്യമായി തന്നെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഇടപെടും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് തൻ്റെ സർക്കാർ 2006 മുതൽ നടത്തിയത് എന്ന കാര്യം VS കൃത്യമായി പറഞ്ഞു. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഓരോ കാര്യങ്ങളും ആ സർക്കാർ ചെയ്ത മുഴുവൻ കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഭൂമാഫിയകൾ ഗുണ്ടകളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വർത്തമാനം പറഞ്ഞത്. അതിനുശേഷം എഴുതി തയ്യാറാക്കിയ കുറിപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ഉദ്യോഗസ്ഥരുടെ കൈയും കാലും വെട്ടും എന്ന് വരെ പറയുന്നു. അത്തരക്കാരെ നിലയ്ക്ക് നിർത്താനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. അവർക്ക് ഉദ്യോഗസ്ഥർക്ക് കയ്യേറ്റക്കാരെ പുറത്തിറക്കാൻ പരിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ട് എന്ന് VS കൃത്യമായി പറഞ്ഞാണ് വാർത്താക്കുറിപ്പിൽ എഴുതി തയ്യാറാക്കിയ വാർത്താക്കുറിപ്പിൽ അത്തരത്തിലൊരു വാർത്ത, അതായത് നേരിട്ടല്ലാതെ S രാജേന്ദ്രനെയും MM മണിയെയും കുറ്റപ്പെടുത്തുകയാണ് VS ചെയ്തത്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ VS ഉദ്ദേശിച്ചത് MM മണിയെയും S രാജേന്ദ്രനെയും തന്നെയാണോ എന്ന ചോദ്യത്തിന് അതിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര സംശയം എന്ന മറുപടിയാണ് VSന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മന്ത്രിസഭയിലെ ഇടതുപക്ഷ ഗവൺമെന്റിലെ ഒരു മന്ത്രിയും ഒരു MLAയും, അതായത് 2 CPMന്റെ MLAയും മന്ത്രിയും കയ്യേറ്റക്കാരാണ്, ഭൂമാഫിയക്കാരുടെ ആളാണ് എന്ന് തന്നെയാണ് മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ പറയുന്നത്. റഹീസ്, ഇക്കാര്യത്തിൽ അവിടെ ഇപ്പോ കയ്യേറ്റം ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്നും സർക്കാരിന്റെ ഒരു തടി മണ്ണും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നുമായ LDFന്റെയും CPIMന്റെയും നയത്തിനെതിരായി പ്രവർത്തിക്കുന്ന നേതാക്കൾക്കെതിരെ പാർട്ടി നടപടി വേണ്ട എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് എന്നതായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. സംഘടനാ നടപടി കൂടി വേണമെന്ന പരോക്ഷമായ ആവശ്യം VS ഇതുവഴി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? തീർച്ചയായും പാർട്ടി തലത്തിൽ നടപടി വേണം എന്ന് തന്നെയാണ് VS അച്യുതാനന്ദൻ പറയാതെ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം VS അച്യുതാനന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇത്തരത്തിൽ ഭൂമാഫിയയുടെ ആളുകളായി പ്രവർത്തിക്കുന്ന S രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, പാർട്ടി തല നടപടി എന്നത് അത്യാവശ്യമായ ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത് എന്ന ചോദ്യത്തിനാണ് നേരത്തെ നിഷാദ് പറഞ്ഞതുപോലുള്ള ഒരു മറുപടി. അതിൽ നിങ്ങൾ ചോദിക്കുന്നത് ന്യായമായ സംശയമാണ് എന്നൊരു മറുപടി VSന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പാർട്ടി തല നടപടി വേണം എന്ന നിലപാട് തന്നെയാണ് VS ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാറിലെ സബ് കളക്ടറെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് VS എടുത്തത്. സബ് കളക്ടർക്കെതിരായ ഒരു നിലപാടാണ് CPM നേതൃത്വവും പ്രത്യേകിച്ച് ഇടുക്കിയിലെ പ്രാദേശിക നേതൃത്വവും നിലവിൽ എടുത്തിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടി ഇതിൻ്റെ കൂടി മനസ്സിലാക്കണം. 2006-ൽ VS അച്യുതാനന്ദനും ഇടുക്കി ജില്ലാ കമ്മിറ്റിയും തമ്മിൽ വ്യത്യസ്ത നിലപാടായിരുന്നു. ആ വ്യത്യസ്ത നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ VSഉം CPMന്റെ ഇടുക്കി ജില്ലാ നേതൃത്വവും തമ്മിൽ ഉള്ളത് എന്ന് തന്നെയാണ് VSന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുക. വിവരങ്ങൾ നൽകുന്നത് മൂന്നാർ വിഷയത്തിൽ CPIM ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുന്ന നിലപാടിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുതിർന്ന CPIM നേതാവും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷമായ VS അച്യുതാനന്ദൻ. S രാജേന്ദ്രൻ MLA അടക്കമുള്ള ആളുകൾ കയ്യേറ്റക്കാരുടെ ആളാണോ എന്ന ചോദ്യത്തിന് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു മറുപടിയാണ് VS എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് കാണാം. ഈ കൈകാര്യം തൊട്ടെന്ന് പറഞ്ഞാൽ ഒരാളിപ്പം മന്ത്രിയാണ്, പിന്നെ ഒരാളിപ്പം ഒരു ഉദ്യോഗസ്ഥന്റെ കൈ അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞാൽ CPMന്റെ MLA ആണ്. അദ്ദേഹം ഭൂമാഫിയുടെ ആളാണ്. സംശയം വല്ലതും ഉണ്ടോ? പാർട്ടി നടപടി എടുക്കട്ടെ. പാർട്ടി കൃത്യമായ റിപ്പോർട്ടാണ് സബ് കളക്ടർ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതെ, സബ് കളക്ടർ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നയാളാണ്. വേണ്ടി വരികയാണെങ്കിൽ S രാജേന്ദ്രൻ MLA എതിരെയാണ് അദ്ദേഹം കടുത്ത പരാമർശം നടത്തിയത്. S രാജേന്ദ്രൻ MLA കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞ ഒരാൾ മന്ത്രിയാണല്ലോ, മറ്റേ എതിർപ്പുന്നയിക്കുന്ന ഒരാളിപ്പോൾ MLAയുമാണ്. ഇവർ ഭൂമാഫിയുടെ ആളാണെന്ന ചോദ്യത്തിനാണ് അദ്ദേഹം സംശയമുണ്ടോ എന്ന മറുപടി പറഞ്ഞത്. ഒപ്പം തന്നെ പാർട്ടി നടപടി വേണമോ എന്ന ചോദ്യത്തിന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ മൂന്നാറിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ CPIMന്റെ ജില്ലാ കമ്മിറ്റി കടുത്ത എതിർപ്പ് ഉയർത്തുന്ന അവിടുത്തെ ദേവികുളം സബ് കളക്ടർ ശ്രീറാമിന്റെ നടപടികളെല്ലാം ശരിയാണ് എന്ന നിലപാടും VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിക്കുകയും ചെയ്തു.